2017 ഫെബ്രുവരി ഓർക്കുന്നുണ്ടോ? അന്ന് കേരളത്തെയും മലയാള സിനിമയും വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ സിനിമയെന്ന് തന്നെ പറയാം പിടിച്ചുകുലുക്കിയ ഒരു സംഭവം ഉണ്ടായി. അതായത് മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടു. ആദ്യം ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ മലയാള സിനിമ അല്ലെങ്കിൽ കേരളം ഒന്നടങ്കം ഈ നടിയുടെ കൂടെ നിന്നു. എന്നാൽ ദിലീപിന് അതിൽ പങ്കുണ്ടെന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ആളുകൾ ദിലീപിനെ പിന്തുണച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതെ, ഈ കേസ് പുറത്തു വന്ന ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും ദിലീപിന്റെ പേര് ആ സമയത്ത് ഉയർന്നു വന്നില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു നടി മലയാള സിനിമയിലെ തന്നെ പ്രമുഖയായ ഒരു നടി ഇതിലൊരു ഗൂഢാലോചന നടക്കുന്നു, ഇത് വലിയൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് ദിലീപിന്റെ പേര് ഉയർന്നു വരികയാണ്. അപ്പം ദിലീപ് എന്ന് പറയുന്ന നടൻ കാലങ്ങളായി മലയാള സിനിമയിൽ വലിയ വലിയ സിനിമകൾ ചെയ്തും വലിയ വിജയങ്ങളും വലിയ റെക്കോർഡൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള നടനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പേര് ഉയർന്നു വരുമ്പം സ്വാഭാവികമായും മലയാള സിനിമയിൽ നിന്നും മറ്റുമൊക്കെ അദ്ദേഹത്തിന് വലിയൊരു സപ്പോർട്ട്, അയാൾക്ക് വലിയൊരു സപ്പോർട്ട് ഉണ്ടാവുകയാണ്. ഇപ്പം ദിലീപ് ഇരയാണ്, ദിലീപ് അങ്ങനെ ചെയ്യത്തില്ല, ദിലീപിനെ ഞങ്ങൾക്ക് കുറേ കൊല്ലങ്ങളായിട്ട് അറിയാം, ദിലീപ് അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ തുടക്കകാലത്ത് തന്നെ, അതായത് ഈ കേസ് ഉയർന്നു വന്ന സമയത്ത് തന്നെ സംവിധായകൻ ലാൽ ജോസ് ആയിക്കോട്ടെ, സലീം കുമാർ ആയിക്കോട്ടെ, അജു വർഗീസ്, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെ മലയാള സിനിമയിലെ പ്രമുഖരായ നടന്മാരടക്കം ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകളായും, അതായത് ദിലീപിനൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റുകളൊക്കെ ആയി രംഗത്ത് വരികയുണ്ടായി. ഈ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കേസിലെ മൊഴി, അതായത് സാക്ഷികൾ എന്ന് പറയുന്നത്. ഒരു ഘട്ടം എത്തിയപ്പം ആദ്യം അതിജീവിതയ്ക്കൊപ്പം നിന്ന താരങ്ങൾ പിന്നീട് ദിലീപിനൊപ്പം ആകുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നു. കാരണം കുറേ ആളുകൾ, 28ഓളം ആളുകൾ മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഈ ദിലീപിന് വല്ലാത്തൊരു പിന്തുണ ഇപ്പോഴും ദിലീപ് സിനിമകൾ ഇറങ്ങുമ്പോഴും ദിലീപിൻ്റെ എന്തെങ്കിലും സിനിമയുടെ പോസ്റ്റർ റിലീസ് ആവുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ അത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ ജനപ്രിയ നടൻ എന്നൊരു ടാഗ് ലൈൻ ഇപ്പോഴും ദിലീപിന് മാറിയിട്ടില്ല. ഇപ്പൊ രാംലീല ഇറങ്ങിയായിരുന്നു, ആ വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രാംലീല ഇറങ്ങിയായിരുന്നു. പക്ഷെ അതിന് നല്ല സ്വീകരണമായിരുന്നു. അതിനുശേഷമാണ് ദിലീപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോഴും ആരാധകരുടെ ഒരു വലിയ സ്വീകരണം തന്നെ ദിലീപിന് അന്ന് ഉണ്ടായിട്ടുണ്ട്. അതെ, ഈ സിനിമ റിലീസ് ആവുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ ചില ഡയലോഗുകളൊക്കെ ദിലീപ് കേസുമായി ബന്ധപ്പെടുത്തിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് വലിയ ആരാധകർ അതിനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അന്നും ദിലീപിന്റെ ഫോട്ടോ ഇറങ്ങുമ്പോഴും ദിലീപിന്റെ സിനിമകൾ ഇറങ്ങുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം ഈ ദിലീപ് ഫാൻസിനുണ്ടാവുന്ന ദിലീപ് അങ്ങനെ ചെയ്യില്ല, അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ. അപ്പോഴും ഈ എന്താ പറയുക, മലയാള സിനിമയിലെ കുറേ നടിമാർ, പ്രമുഖരായിട്ടുള്ള കുറേ ആളുകൾ, പൊളിറ്റീഷ്യൻസ്, അങ്ങനെ കുറേ ആളുകൾ AMM എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ദിലീപിന് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ സിനിമാ മേഖലയിൽ ഇത്രയും കേസ് ഇത്രയും ആയിട്ടും ഇത്രയും സാക്ഷിമൊഴികളൊക്കെ വന്നിട്ടും കേസിന്റെ രീതി ഇതാണെന്നൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോഴും ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ നിരവധിയാണ് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ ജനപ്രിയ നടൻ എന്നൊരു ടാഗ് ലൈൻ ദിലീപിനുണ്ട്. അപ്പം പണ്ട് മുതലേ ദിലീപിന്റെ സിനിമകൾ കണ്ടു വളർന്നവർക്ക് ദിലീപ് അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അതെ, മലയാള സിനിമയിൽ ഒരു കാലത്ത് മലയാള സിനിമ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നടൻ എന്നൊക്കെയാണല്ലോ ദിലീപിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം ഒത്തിരി സിനിമകളുണ്ട്, മീശ മാധവൻ, അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളത്തിന് നൽകിയ ഒരു നടൻ കൂടിയാണ്. അപ്പം കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലായിരുന്നു എപ്പോഴും ദിലീപിനൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു നടൻ ഇങ്ങനൊരു വലിയ കുറ്റകൃത്യം ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാകുമെന്നൊന്നും സ്വാഭാവികമായും ദിലീപ് സിനിമകൾ കണ്ടുവന്ന മലയാളി പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ ഇങ്ങനെ ചെയ്യും, ആ നടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുമെന്ന് ആരും അത് പ്രതീക്ഷിക്കുന്നുമില്ല. അതെ, ഈ പറയുന്നത് പോലെ ഈ പിന്തുണയൊക്കെ നടൻ ഉണ്ടാകുമ്പോഴും നമ്മൾ മറ്റൊരു വശത്ത് കാണേണ്ടത് ഈ ആക്രമിക്കപ്പെട്ട നടി, അതായത് അതിജീവിത എന്ന് പറയുന്ന ആൾ, അവർ ഈ പിന്തുണ ഒന്നുമില്ലാതിരുന്നിട്ടും അവർ ഈ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് 261 സാക്ഷികളുണ്ട് ഈ കേസിൽ. അതിൽ 28 പേരും ഈ സിനിമാ മേഖലയിൽ നിന്നുള്ളവരും മറ്റ് സാമൂഹിക രംഗങ്ങളിലുള്ളവരുമാണ്, ഈ കേസുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അപ്പം അവരൊക്കെ മൊഴി മാറ്റി പറഞ്ഞിട്ടും കേസിൻ്റെ രീതി മാറുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായപ്പോഴും ഈ അതിജീവിതം ഉറച്ചു നിന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടിയുടെ ഒപ്പം ഉണ്ടായിരുന്നവർ തന്നെ മൊഴി മാറ്റിയിട്ടുണ്ട്. അതെ അതെ അതെ, കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ തന്നെ മൊഴി മാറ്റിയിട്ടുണ്ട്. അപ്പം ആ പുള്ളിക്കാരിയുടെ അന്നേരത്തെ ഒരു മാനസികാവസ്ഥ, ഈ കേസ് വഴക്ക്
ഒക്കെ അതെ, ശരിക്കും അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മലയാളികൾ എന്ന് നമ്മൾ, അതായത് ഈ ഈ സമൂഹം ഈ ആക്രമിക്കപ്പെട്ട നടി, അതായത് അതിജീവിതയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം ഇപ്പുറത്ത് അവർ ആഘോഷിക്കുകയാണ്. ആ, ഈ പ്രതി എന്ന് പറയുന്ന 8ാം പ്രതിയാണ് ദിലീപ് ഈ കേസിൽ. അപ്പം ദിലീപാണ് ഇതിന് പിന്നിൽ, അതായത് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തും. ദിലീപ് നേരിട്ട് ദിലീപിന് പങ്കുണ്ടാകിയിരിക്കില്ല, പക്ഷേ ഇത്തരം ഗൂഢാലോചനകൾ നടത്തി അങ്ങനെ ഉള്ള പല പല തെളിവുകളും മറ്റ് സാധനങ്ങളൊക്കെ ഇതിനോടകം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത്തരം മാധ്യമ വാർത്തകളിലൊക്കെ വന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പം ഇങ്ങനൊരു ഘട്ടത്തിൽ ദിലീപിനെ പിന്തുണയ്ക്കുമ്പോൾ അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇവരേത് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊന്നും ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് അതിജീവിതയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവത്തില്ല. അത് ഭയങ്കര ഒരു മോശമായ ഒരു കാര്യം കൂടിയാണല്ലോ. ഹർഷ, അതിനൊരു എക്സാമ്പിളാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വരുന്നത്. അതെ അതെ, ഇപ്പോഴും രാഹുലിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആളുകള്. രാഹുൽ തെറ്റുകാരനല്ല. അല്ല, രാഹുലിന്റെ വാർത്തകൾ വരുമ്പോ തന്നെ അതിന്റെ കമന്റ് ബോക്സ് എടുത്താലും നേതൃത്വമാണെങ്കിൽ പോലും രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പിന്തുണച്ച് ഒരുപാട് പോസ്റ്റുകൾ. അത് ഗതികെട്ടിട്ടാണ് പാർട്ടി പോലും ഇപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത്. അതേ സെയിം ഒരു അവസ്ഥയാണ് 6-7 കൊല്ലങ്ങൾക്ക് മുൻപ് ഈ കേസിലും ഉണ്ടായിട്ടുള്ളത്. അതിജീവിതയെ കുറ്റം പറഞ്ഞവര് ഇപ്പോഴത്തെ കേസിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ, അതെ, AMM പോലെ ഒരു സംഘടന ദിലീപിനെ ആദ്യഘട്ടത്തിൽ പുറത്താക്കുന്നില്ല. പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിലാണ് ദിലീപിനെ AMM പുറത്താക്കുന്ന സാഹചര്യം. അല്ലെങ്കിലും രമ്യ നമ്പീശൻ ഉൾപ്പെടെ അവർ രാജിവെച്ച് പോകുന്ന സാഹചര്യം, അവർ വേറൊരു സംഘടന രൂപീകരിക്കുകയും അങ്ങനെ ഈ വലിയൊരു ചർച്ചയ്ക്കും വലിയ കുറെ മാറ്റങ്ങൾക്കും ഒക്കെ സാക്ഷിയായ ഒരു കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് എന്നുള്ളത്. ഈ കേസിൽ കൂറുമാറിയ സാക്ഷികൾ എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണല്ലോ. ഇനിയിപ്പം ചർച്ച ചെയ്യുന്നുണ്ട് ആളുകൾ. അതെ അതെ അതെ, ഇപ്പം നിലവിൽ ഈ കേസിന്റെ വിധി വരാനിരിക്കുകയാണ്. ഡിസംബർ 8ാം തീയതിയാണ് കേസിൽ വിധി വരാനിരിക്കുന്നത്. അപ്പം ഇത്രയും വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ, ഇത്രയും സാക്ഷികൾ കൂറുമാറിയ ഒരു കേസിൽ, ഇത്രയും അതായത് പ്രതിക്ക് ഇത്രയും പിന്തുണ ലഭിക്കുന്ന ഒരു കേസിൽ എന്താകും വിധി എന്നുള്ളത് സാംസ്കാരിക കേരളം ഉറ്റുനോക്കുകയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും അതിജീവിതയ്ക്കൊപ്പമാകണം അല്ലേ ഇത്തരം കേസുകൾ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിക്കണം. അല്ലെങ്കിൽ ആ അതിജീവിത, അല്ലെങ്കിൽ ആ നടി ഒഴുക്കിയ കണ്ണീരിനും അവരുടെ മാനസിക പ്രശ്നത്തിനും ഒരു വിലയില്ലാതായി പോകും. അതായത് നമുക്ക് കോർട്ടിനോടുള്ള വിശ്വാസം അല്ലെങ്കിൽ നിയമത്തോടുള്ള ഒരു വിശ്വാസം ഇല്ലാതായി പോകുന്നത് തന്നെയായിരിക്കും. ഇപ്പം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ദിലീപിനെ വർഷങ്ങളായിട്ട് അറിയുന്ന കുറേ ആളുകളുണ്ട്. അതായത് ദിലീപിന്റെ സിനിമകൾ സംവിധാനം ചെയ്തവര്, ദിലീപിന്റെ സിനിമകളിൽ മറ്റ് പല പല ഏരിയകളിൽ ദിലീപിനൊപ്പം ജോലി ചെയ്തിട്ടുള്ളവർ, ദിലീപ് സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ, ഇത്തരം ആളുകളുടെയൊക്കെ വലിയ പിന്തുണ ദിലീപിനുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമ പ്രേക്ഷകരെ, ഒരു കുടുംബ പ്രേക്ഷകർക്കിടയിലേക്കാണ് ദിലീപ് എപ്പോഴും അവർക്ക് വേണ്ടിയാണ് ദിലീപിന്റെ സിനിമകൾ എപ്പോഴും വന്നിട്ടുള്ളത്. ഹർഷയുടെ വേറൊരു കാര്യമുണ്ട്, ദിലീപ് കൊണ്ടുവന്നു, ദിലീപിനൊപ്പം നിന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പേടിച്ചിട്ട് മൊഴി മാറ്റിയവരും, തീർച്ചയായും ഭീഷണി മൂലം മൊഴി മാറ്റിയ, കോടതിയിൽ നിന്ന് തന്നെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കേട്ടതാണ്. അപ്പോൾ ആൾക്കാർക്ക് ദിലീപിനെതിരെ പറഞ്ഞാൽ ഒരു പേടിയുണ്ട്. ഒരുപാട് അങ്ങനെ നമ്മൾ വാർത്തകളിൽ കേട്ടിരുന്നു. ആ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അത്തരം വാർത്തകൾ. ഭീഷണിപ്പെടുത്തിയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ എതിരെ നിന്ന് കഴിഞ്ഞാൽ തീർത്ത് കളയുന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ. സിനിമയിൽ ഒരു ഭാവി ഉണ്ടോന്നോ അങ്ങനെയൊക്കെ പലരും പേടിച്ചിട്ട് മൊഴി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഡിസംബർ 8-ന് കേസിൽ വിധി വരുമ്പോൾ അറിയാം എന്തായിരിക്കാം ഇതിൽ അന്തിമ വിധി. കോടതിയുടേതാണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കുറേ പ്രതിസന്ധികളിലൂടെയാണ്, അല്ലെങ്കിൽ എത്രയോ നേരത്തെ ഈ കേസിലൊരു വിധി വരാമായിരുന്നു. അപ്പം കേസിൽ കൃത്യമായി തെളിവ് ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കേസിൽ സാക്ഷികൾ കൂറുമാറിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ദിലീപിന് ലഭിക്കുന്ന ഒരു വലിയ പിന്തുണയുണ്ടായിരുന്നു. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ കേസിന്റെ വിധി എന്തായിരിക്കും എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഡിസംബർ 8-ന് ആ വിധി അറിയാം, നമുക്ക് കാത്തിരിക്കാം.